السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا يحسبن الذين يبخلون بما آتاهم الله من فضله هو خيرا لهم بل هو شر لهم سيطوقون ما بخلوا به يوم القيامة ولله ميراث السماوات والأرض والله بما تعملون خبير. لقد سمع الله قول الذين قالوا إن الله فقير ونحن أغنياء سنكتب ما قالوا وقتلهم الأنبياء بغير حق ونقول ذوقوا عذاب الحريق ذلك بما قدمت أيديكم وأن الله ليس بظلام للعبيد. الذين قالوا إن الله عهد إلينا ألا نؤمن لرسول حتى يأتينا بقربان تأكله النار قل قد جاءكم رسل من قبلي بالبينات وبالذي قلتم فلم قتلتموهم إن كنتم صادقين فإن كذبوك فقد كذب رسل من قبلك جاءوا بالبينات والزبر والكتاب المنير كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد اتقوا الله عباد الله. സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സൂറ അലി ഇമ്രാനിലെ 180 മുതലുള്ള ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സമ്പത്ത് ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന വളരെ സുപ്രധാനമായ ഒരു ഉണർത്തലാണ് ആദ്യത്തെ ആയത്തിൽ വിശദീകരിക്കുന്നത്. ولا يحسبن الذين يبخلون بما آتاهم الله من فضله هو خيرا لهم ولا يحسبن الذين يبخلون പിശുക്കി വെക്കുന്നവർ, പിശുക്ക് കാണിക്കുന്നവർ അവർ വിചാരിക്കാതിരിക്കട്ടെ എന്ന്. ഹസിബ യഹ്സബു എന്ന് പറഞ്ഞാൽ വിചാരിച്ചു. വലാ യഹ്സബന്ന ഒരിക്കലും വിചാരിക്കാതിരിക്കട്ടെ. ആരാ വിചാരിക്കാതിരിക്കേണ്ടത്? അല്ലദീന യബ്ഖലൂൻ പിശുക്ക് കാണിക്കുന്ന ആളുകൾ. ബഖില യബ്ഖലു, ബുഖ്ൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പിശുക്ക്, ലുബ്ദ്. എന്തിനെയാണ് അവർ പിശുക്കുന്നത്? എന്തിലാണ് അവർ പിശുക്ക് കാണിക്കുന്നത്? ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അള്ളാഹു അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അവർക്ക് നൽകിയതിൽ നിന്നാണ് അവർ പിശുക്ക് കാണിക്കുന്നത്. ബിമാ ആതാഹുമുല്ലാഹ്, അള്ളാഹു അവർക്ക് നൽകിയതാണത്. എന്തിൽ നിന്ന്? മിൻ ഫദ്ലിഹി, അള്ളാഹുവിൻ്റെ ഫദ്ലിൽ നിന്ന്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അവർക്ക് അള്ളാഹു നൽകിയത്. അതിൽ പിശുക്ക് കാണിക്കുന്ന ആളുകൾ ഒരിക്കലും വിചാരിക്കരുത് ഹുവ ഖൈറൻ ലഹും,
അത് അവർക്ക് ഗുണകരമാണ്. പിശുക്ക് ഒരിക്കലും എന്തല്ല, ഗുണകരമല്ല. ഹുവ എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ബുഖൽ. അത് ആ പിശുക്ക് ഖൈറൻ ലഹും, അതവർക്ക് ഗുണകരമാണെന്നൊരിക്കലും അവർ വിചാരിക്കാതിരിക്കട്ടെ. ബൽ, എന്നാൽ അത് ഹുവ ശർറുൽ ലഹും. ഹുവ എന്ന് പറഞ്ഞാൽ എന്ത്? അൽ ബുഖൽ. ആ പിശുക്ക് അവർക്ക് അത് ദോഷകരമാകുന്നു, ഗുണമല്ല. പിന്നെന്താണത്? അതവർക്ക് ഷർറാകുന്നു, ഖൈറല്ല. അപ്പോൾ അവർക്കൊരിക്കലും പിശുക്ക് കാണിക്കുന്നത് ഖൈറല്ല, അത് ഷർറാണെന്ന് അവർ വിചാരിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മെ ഉണർത്തുന്നത്. മാത്രവുമല്ല, സയുതവഖൂന മാ ബഖിലു ബിഹി യൗമൽ ഖിയാമ. ഇനി പിശുക്ക് കാണിച്ചാൽ അല്ലാഹു അതിന് മരണാനന്തര ജീവിതത്തിൽ പരലോകത്തിൽ നൽകുന്ന ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. യൗമുൽ ഖിയാമ എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിനം. ഖാമ യഖൂമു, അതിൽ നിന്നാണ് ഖിയാമ വരുന്നത്. മനുഷ്യന്മാരെല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ആ നാളിൽ അവൻ എന്ത് ചെയ്യും? സയുതവഖൂന, തവഖ യുതവഖു എന്ന് പറഞ്ഞാൽ അവർക്ക് മാലയായി ചാർത്തും എന്നാണ്. തവഖ യുതവഖു, അവർക്ക് മാലയായി ചാർത്തുന്നതാകുന്നു, മാലയണിയിക്കുന്നതാകുന്നു. ഖണ്ഡാഭരണമായി അവർക്ക് അണിയിക്കുന്നതാകുന്നു. എന്തിനെ? മാ ബഖിലു ബിഹി, അവർ ചെലവഴിക്കാതെ പിശുക്കി വെച്ചിട്ടുള്ളതിനെ. അപ്പോൾ എന്തൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ ചെലവഴിക്കാതിരുന്നിട്ടുണ്ടോ അതിനെയൊക്കെ അവർക്ക് കഴുത്തിൽ ചാർത്തി കൊടുക്കുന്ന ഒരവസ്ഥ വരും അന്ത്യദിനത്തിൽ എന്നാണ്. വലില്ലാഹി മീറാസുസ് സമാവാതി വൽ അർദ്, അള്ളാഹുവിനാകുന്നു ആകാശഭൂമികളുടെ അനന്തരാവകാശം. നമ്മളിവിടെ അങ്ങനെ മരിച്ചു പോയാൽ, ഞാനും മരിച്ചാൽ എൻ്റെ മക്കൾക്കായിരിക്കും എൻ്റെ സ്വത്ത്. അപ്പോൾ എൻ്റെ സ്വത്തിൻ്റെ അനന്തരാവകാശികൾ ആരാണ്? മക്കളാണെന്ന് നമ്മളിങ്ങനെ വിചാരിച്ച് പോവുകയാണ്. ഇതിൻ്റെ യഥാർത്ഥ അവകാശി ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ആകാശഭൂമികളുടെ മുഴുവനും മീറാസ്, അതിൻ്റെ അനന്തരാവകാശം അത് അള്ളാഹുവിനാകുന്നു. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഖബീർ, സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. മനുഷ്യന് എന്തൊക്കെ അനന്തരാവകാശം കിട്ടും എന്ന് കരുതി അതിൽ പ്ലാൻ ചെയ്യുന്നത് എന്തൊക്കെയാണ്? പാപ്പ മരിച്ചാൻ കാത്തിക്കുകയാണ്. അല്ലെ, ഉമ്മക്ക് കുറേ സ്വത്തുണ്ട്, പാപ്പക്ക് അത്രയല്ല. അപ്പോൾ ഉമ്മ മരിച്ചാനും കാത്തു നിൽക്കുകയാണ്. എന്തിന്? അനന്തര സ്വത്ത് എന്ത് ചെയ്യണം എന്ന് കരുതിക്കൊണ്ട്. അപ്പോൾ അതിലൊക്കെ മനുഷ്യന്മാരെന്ത് ചെയ്യുന്നു? സ്വത്ത് എന്ന് പറഞ്ഞാൽ, സമ്പത്ത് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയെങ്കിലും അത് വിഹിതമായോ അവിഹിതമായോ കേട്ടോ, അത് നേർക്കുനേരെയാണെങ്കിലോ അതോ മറ്റുള്ളവരിൽ നിന്ന് അന്യായമായി വാരിക്കൂട്ടുന്ന രീതിയിലാണെങ്കിലും സ്വത്ത് കിട്ടിയാൽ മതി എന്നാണ് മനുഷ്യൻ്റെ ചിന്ത. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും മനുഷ്യൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നോ? ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ എവിടുന്ന് കിട്ടുന്നതാണ്. സമയം കുറച്ച്, എന്നാൽ എത്ര കിട്ടണം? കൂടുതൽ കിട്ടണം. ഇതിനാണ് അത്യാർത്ഥി എന്ന് പറയുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അവനവൻ്റെ ഫളിലിൽ നിന്ന്, അനുഗ്രഹത്തിൽ നിന്ന് അവൻ ഉദ്ദേശിച്ചതാണ് കൊടുക്കുക. അതുകൊണ്ടാണ് ഖുർആനിൽ സൂറത്തുൻ നിസായിൽ നമുക്ക് പഠിക്കാനുണ്ട്, അനന്തരാവകാശത്തെക്കുറിച്ചും അനന്തര സ്വത്തിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ സ്വത്ത് എത്രയാണ് ഓരോരുത്തർക്കും കിട്ടേണ്ടത് എന്ന് ആരാണ് തീരുമാനിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് തീരുമാനിക്കുന്നത്. അത്ര തന്നെ നമുക്ക് കിട്ടുള്ളൂ. നമ്മളെവിടെ നിന്ന് എത്രയൊക്കെ ഭക്ഷണം കഴിക്കണം എന്നുള്ളത് അല്ലാഹു തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. എത്ര ടൺ അരി നമ്മുടെ ജീവിതകാലത്തിൽ നമ്മൾ കഴിക്കണം, എത്ര ലിറ്റർ വെള്ളം നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ കുടിക്കണം, എത്ര വായു നമ്മൾ ശ്വസിക്കണം, എന്തൊക്കെ വിഭവങ്ങൾ നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് അനുഭവിക്കണം, എന്തൊക്കെ സുഖങ്ങളുണ്ടാകണം, ദുഃഖങ്ങളുണ്ടാകണം, പരീക്ഷണങ്ങളുണ്ടാകണം, ഒക്കെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചത് നമ്മളെന്ത് ചെയ്യും? അനുഭവിക്കും. അതിലൊന്നും ഒരു കുറവും പഠിച്ചും വരുത്തൂലാണ്. നിങ്ങൾക്കെന്താണോ
കിട്ടേണ്ടത് അത് അവസാനം വരെ പഠിച്ചവൻ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ അവസാനം നമ്മളൊക്കെ മരിക്കാൻ കാലത്തുണ്ടല്ലോ, സക്കറാത്തിൽ കിടക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, അവർക്ക് ഒന്നിച്ച് വെള്ളം കൊടുക്കാൻ കഴിയില്ല. ആ സമയത്ത് സ്പൂൺ കൊണ്ട് പോലും വെള്ളം കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ എന്തെങ്ങനെയാണ് വെള്ളം കൊടുക്കുക? നല്ല ദാഹം ഉണ്ടാവുക നേരത്ത് വിരലെങ്കിൽ ഇങ്ങനെ ശീല ചുറ്റിയിട്ട് അത് നനച്ചിട്ട് ഇങ്ങനെ ചുണ്ടിൽ വെച്ച് കൊടുക്കും. അങ്ങനെ ആദ്യം നമ്മളിങ്ങനെ കുടിച്ച പോലെയാണ് പിന്നെ വെള്ളം നമ്മൾ കുടിക്കുന്നത്. ആ അവസാനത്തെ തുള്ളി വരെ ആര് കണക്കാക്കിയതേ കിട്ടുള്ളൂ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കണക്കാക്കിയതേ കിട്ടുള്ളൂ. അത് തരും ചെയ്യും. നിങ്ങളതിന് ബേജാറാകണ്ടെന്നും പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയുന്നുണ്ട്, ഈ ദുനിയാവിൽ അള്ളാഹു നിങ്ങൾക്ക് കണക്കാക്കിയ ഫضല്, അനുഗ്രഹം, അതാണ് ഇവിടെ ഫضല് എന്നുള്ള പ്രയോഗം നടത്തിയിട്ടുള്ളത്. സ്വത്തിനെ കുറിച്ച് നമുക്ക് അള്ളാഹു ദുനിയാവിൽ നൽകുന്ന എല്ലാവിധ അനുഗ്രഹങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് കണക്കാക്കിയത് കിട്ടാതെ ഒരിക്കലും ഈ ദുനിയാവിൽ നിന്ന് നിങ്ങൾ മരിച്ചു പോവുകയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, ഇത് സമ്പാദിക്കുന്നതിൽ ഒരിക്കലും അള്ളാഹുവിനെ മറന്നു പോകരുത്. നിങ്ങൾ തിരക്ക് കൂട്ടേണ്ടതില്ല, ഹറാമിൻ്റെ വഴി നിങ്ങൾ സ്വീകരിക്കേണ്ടതില്ല, പടച്ചോനെ മറന്നു പോകരുത്. എന്തിനാ നിങ്ങളിങ്ങനെ തിരക്ക് കൂട്ടണമെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്യണം. തവക്കുൽ എന്ന് പറഞ്ഞാൽ അതാണ്. അതുകൊണ്ടാണ് നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ സമ്പത്ത് തേടിപ്പോകുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. വബ്തഗൂ മിൻ ഫضല്. ഫضല് ആണ് എന്താ? ഇവിടെ പറഞ്ഞാൽ ഫضല് തന്നെയാണ് അവിടെയും പറയാം. വബ്തഗൂ മിൻ ഫضലില്ലാ വഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫضലില്ലാ. ഫضൽ എന്നാ പറയുന്നത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം ദുനിയാവിൽ നമുക്ക് കിട്ടുന്ന എല്ലാ സംഗതി അതാണ്. ഫضൽ എന്ന് അതിന് പ്രയോഗിച്ചിട്ടുള്ളത്. വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ. അപ്പോൾ ഇബ്തിഗാഉ ഫളിലില്ലാ എന്നാണ്. നമ്മുടെ വിഭവങ്ങൾ നമ്മുടെ ജീവിത സന്ധാരണത്തിന് വേണ്ടി, ജീവിതായോധന മാർഗങ്ങൾക്ക് വേണ്ടി നാം സ്വീകരിക്കുന്ന അനുവദനീയമായ എല്ലാ വഴികളെക്കുറിച്ചും ഖുർആൻ ഒരൊറ്റ പ്രയോഗം നടത്തിയിട്ടുള്ളത്. ഇബ്തിഗാഉ ഫളിലില്ലാ എന്ന്. ഫളില് മറക്കരുത്, ഫളിലുള്ള ആണത്. ഹാദാ മിൻ ഫളിലി റബ്ബി എന്നുള്ള പ്രാർത്ഥന ഉണ്ടല്ലോ അല്ലേ? എന്തിനു വേണ്ടിയാണ് അള്ളാഹ് ഫളില് തരുന്നത്? ലിയബ്ലുവനി അഷ്കുർ അം അക്ഫുർ. ഞാൻ നന്ദി കാണിക്കുന്നവനാകുമോ അതല്ല നന്ദികേട് കാണിക്കുന്നവനാകുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി എൻ്റെ റബ്ബ് എനിക്ക് നൽകിയതാണ് ഇത് എന്നാണ്. നമ്മൾ സാധാരണ കട്ട് ചെയ്തിട്ടാണ് കൊടുക്കുക ആയത്ത്. ഈ മുഴുവൻ ആയത്ത് എവിടെയും കണ്ടിട്ടില്ല. ഒരാളൊരു കാറ് വാങ്ങിയാൽ കേട്ടോ 10 റിയാലിന് മറ്റേ സാധനം കാറിൽ തൂക്കിയിടാൻ കിട്ടും. എന്താണത്? ഹാദാ മിൻ ഫളിലി റബ്ബി. ഒരാൾ പുതിയ വീട്ടിലേക്ക് കുടിയിരിക്കുകയാണെങ്കിൽ ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് ചില്ലിൽ തങ്കലിപികൾ എഴുതി വെച്ച് എന്തുണ്ടാകും? ഹാദാ മിൻ ഫളിലി റബ്ബി. ഫളിൽ ബാക്കിയും കൂടി പറയണം. ലിയബ്ലുവനി റബ്ബി. ഈ ഫളിൽ പഠിച്ചോ നൽകിയത് എന്തിനു വേണ്ടിയാണ്? എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. എന്ത് പരീക്ഷണാണ്? അക്ഫുർ അമഷ്കുർ. ഞാൻ നന്ദി കാണിക്കുമോ അതല്ല നന്ദികേടാണോ കാണിക്കുന്നത്? ഇതും കൂടി വേണം, അതും കൂടി ചേർത്ത് വെക്കണം ശരിക്കും. അപ്പോൾ നോക്കൂ, നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഫളിലിൽ നിന്ന് നിങ്ങൾ പിശുക്കി വെക്കുന്നത് നിങ്ങൾക്ക് ഗുണകരമാണെന്നൊരിക്കലും നിങ്ങൾ വിചാരിക്കേണ്ടതില്ല എന്ന്. ഈ പിശുക്ക് എവിടുന്ന് തുടങ്ങുന്നോ? ഒന്നാമത് അവനവൻ്റെ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങും. ചിലവഴിക്ക് ഇൻഫാഖുൽ മാൽ ഖുർആൻ പറഞ്ഞിടത്തൊക്കെ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. വാംഫിഖു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഫീ സബീലിൽ സദക്ക കൊടുക്കണം മാത്രമല്ല കാര്യം. എവിടുന്ന് കൊടുക്കുന്നുണ്ട്? നമ്മെ തീറ്റിപ്പോറ്റുന്നതിന് വരെ പഠിച്ചോ നമുക്ക് കൂലി തരുന്നുണ്ട്. ഞാൻ അള്ളാഹ് എനിക്ക് നൽകിയിട്ടുള്ള ഫളിലിൽ നിന്ന്, അനുഗ്രഹത്തിൽ നിന്ന് ഞാൻ കുടിക്കുന്നതും ഞാൻ ഭക്ഷിക്കുന്നതും ഞാൻ എൻ്റെ ശരീരത്തെ നല്ല നിലയിൽ മെയിൻറ്റെയിൻ ചെയ്ത് അതിനൊക്കെ വേണ്ട സമയത്ത് കൊടുത്തു പോരുന്നതിൽ നിന്ന് ആര് നമുക്ക് കൂലി തരുന്നുണ്ട്? ഇത്ര കാരുണ്യവാനായ ഒരു അള്ളാഹുവിനെ നമ്മൾ മറന്നു പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്നത്, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യുന്നത്, നമ്മുടെ കുടുംബത്തിന് മക്കൾക്ക് വേണ്ടി ചെയ്യുന്നത് ഒക്കെ, അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ദീനാർ ചെലവഴിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠം, ഒരു അടിമയെ മോചിപ്പിക്കാൻ നിങ്ങൾ ചെലവഴിക്കുന്ന ദീനാറിനേക്കാൾ ശ്രേഷ്ഠം നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, കുടുംബം പോറ്റാൻ നിങ്ങൾ ചെലവഴിക്കുന്ന പണത്തിനാണ്. നമ്മൾ ചെലവഴിക്കുന്നത് ഏതായാലും ഹലാലല്ലാത്തൊരു സംഗതി നമ്മളെ ഇതിൽ വരൂലല്ലോ.
അപ്പോൾ ഹലാലായ നിലക്ക് അധ്വാനിച്ച് നമ്മൾ ചെലവഴിക്കുന്ന കുടുംബം പോറ്റാൻ നമ്മളൊരു വീട് വെക്കുകയാണെങ്കിൽ നമ്മുടെ മക്കൾക്കും നമ്മുടെയും ഒക്കെ സുരക്ഷിതത്വം ആഗ്രഹിച്ച് നല്ലൊരു വീട് വെച്ചു, ഇത്ര ലക്ഷമായി. അതിന് നമുക്ക് ആര് പ്രതിഫലം നൽകും? അതിന് പഠിച്ചോൻ പ്രതിഫലം. നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും മക്കളെയും നമ്മെ തന്നെയും രോഗം വന്നാൽ ചികിത്സിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നതിന്, അന്തസ്സായി മാന്യമായി വസ്ത്രം ധരിക്കാൻ നമ്മൾ ചെലവഴിക്കുന്ന പണത്തിന്, എല്ലാറ്റിനും അതെന്ത് ചെയ്യും? അവിടെ പിഷ്കാൻ പാടില്ല എന്നാണ് പഠിച്ചോൻ പറയും. എന്നാൽ ദൂർത്ത് പാടുണ്ടോ? വക്കാന ബൈന ദാലിക ഖവാമ. പിഷ്കാനും പാടില്ല, ദൂർത്ത് അമിതമായി ചെലവഴിക്കാനും പാടില്ല. വിശ്വാസികൾ വക്കാന ബൈന ദാലിക ഖവാമ, അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ ഒരു മധ്യമ നിലപാട് സ്വീകരിക്കേണ്ടവരാണ്. എല്ലാ കാര്യത്തിലും ഉമ്മത്തൻ വസത്താണ് നമ്മൾ. വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ തീവ്രതയില്ല, ഈമാനിൻ്റെ കാര്യത്തിൽ അതില്ല, അനുഷ്ഠാനത്തിൻ്റെ ആചാരത്തിൻ്റെ കാര്യത്തിൽ അതില്ല. ഈ കാര്യത്തിലും സമ്പത്ത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഗതി ആയിക്കൊണ്ടാണ് അള്ളാഹു പറയുന്നത്. അപ്പോൾ നമുക്ക് ഖൈറായതാണ് ഇതിൽ നിന്ന് സ്വീകരിക്കേണ്ടത്. നിങ്ങൾ ചെലവഴിക്കാതെ പിശുക്കി വെക്കുന്നത് എന്തല്ല? നിങ്ങൾക്ക് ഖൈറല്ല. ബൽ ഹുവ ശർറുൽ ലഹും, നിങ്ങൾക്കത് ദോഷകരമാണ്. ദുനിയാവിലും ദോഷാണേ. അപ്പോൾ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടേണ്ടടുത്ത് ബാപ്പാക്ക് സുഖമില്ലാതെയായി, ഉമ്മാക്ക് സുഖമില്ലാതെയായി. അപ്പോൾ ഉമ്മാൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടടുത്ത് അവിടെ നമ്മൾ പിശുക്കി വെച്ചാൽ എന്ത് ചെയ്യും? അവിടെ പ്രയാസങ്ങൾ ഉണ്ടാകും. അവിടെ നമ്മൾ ഒരിക്കലും നമ്മളെ മനസ്സിക്കാൻ പഠിച്ചു നോക്കൂ. അതാണ് പഠിച്ചു ഖബീറുൻ ബിമാ, ആയത്തിൻ്റെ അവസാനം നോക്കൂ, ഖബീറുൻ ബിമാ തഅമലൂൻ. നിങ്ങൾ ചെലവഴിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല സൂക്ഷ്മമായി അറിയുന്നവനാകും. നമ്മുടെ മനസ്സറിഞ്ഞാണ് പഠിച്ചോൻ. എൻ്റെ ബാപ്പാക്ക് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് എന്നെ കൊടുക്കണം, എൻ്റെ ഉമ്മാക്ക് അത് കൊടുക്കണം, എൻ്റെ മക്കൾക്ക് കൊടുക്കണം, എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കണം, എൻ്റെ ഭർത്താവിന് അങ്ങനെ തന്നെ കൊടുക്കണം. അത് അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ പിശുക്കാൻ പാടില്ല. അവിടെ പിശുക്ക് വെച്ചാൽ എന്ത് ചെയ്യും? അവിടെ നമ്മൾ പിശുക്ക് കാണിക്കാൽ ഇത് കാണും ആര്? നമ്മുടെ മക്കൾ. വല്യാപ്പാൻ ആശുപത്രി കൊണ്ടുപോയപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകണ്ട, അതിവിടെ ആശുപത്രിയിലൊക്കെ കാണിച്ചാൽ മതി എന്നല്ലേ പറഞ്ഞത്. നമുക്കും അങ്ങനെ അസുഖം വരുമ്പോൾ മക്കൾ എന്ത് ചെയ്യും? ഈ ചിന്ത ഉണ്ടാവും, വല്യാപ്പാനെ വാപ്പ കൊണ്ടുപോയിട്ട് അടുത്ത കണക്ക് തന്നെ കൊണ്ടുപോകുക. അതൊക്കെ ദുനിയാവിൽ തന്നെ കിട്ടും, ചിലതൊക്കെ പരലോകത്തേക്ക് അല്ലാഹു നീക്കി വെക്കുകയില്ല. അപ്പോൾ നോക്കൂ നിങ്ങൾ, അതാണ് ആയത്തിൻ്റെ സാരം. വലാ തഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി ഹുവ ഖൈറൻ ലഹും. ഇങ്ങനെ അള്ളാഹു നൽകിയ അനുഗ്രഹത്തിൽ നിന്ന് ചെലവഴിക്കാതെ പിശുക്ക് വെക്കുന്ന ആളുകൾ അതവർക്ക് ഗുണകരമാണെന്ന് ഒരിക്കലും വിചാരിക്കേണ്ടതില്ല. പിന്നെയോ അത് ബൽ ഹുവ ശർറുൽ ലഹും, ദോഷകരമാണ്. അപ്പോൾ ഇപ്പോൾ നല്ലത് പിന്നെ നല്ല കാര്യങ്ങളൊക്കെ പൂതിയുള്ളതൊക്കെ വാങ്ങി തിന്നോളി കേട്ടോ. പിന്നെ ആവശ്യം എല്ലാ സംഗതികളും നമുക്ക് ഗുണകരമായതൊക്കെ എന്ത് ചെയ്യുക? ഒരു കാര്യത്തിലും നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, ആ വിഷയത്തിൽ പിശുക്ക് കാണിക്കേണ്ടതില്ല. പിശുക്ക് കാണിച്ചാലോ അത് അപ്പോൾ സ്വന്തം കാര്യം, കുടുംബത്തിൻ്റെ കാര്യം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അള്ളാഹുവിന് കുറച്ച് കണക്ക് തീർക്കാനുണ്ട് അല്ലേ? അള്ളാഹിൻ്റെ കണക്കുകൾ, അള്ളാഹുവിൻ്റെ കടങ്ങൾ. നമ്മളെ ഏറ്റവും കൂടുതൽ വീട്ടാൻ അർഹമായത് ആരുടെ കടാണ്? അള്ളാഹിൻ്റെ കടം. അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങണം. ആദ്യം അള്ളാഹുവിൻ്റെ കടം ഒക്കെ വീട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. സാമ്പത്തികമായ കാര്യങ്ങൾ എടുക്കുക, മറ്റതൊക്കെ പിന്നെ. ഇത് സമ്പത്താണല്ലോ ഇവിടെ പറയുന്നത്. സാമ്പത്തികമായി അള്ളാഹുവിന് വീട്ടേണ്ട കടം ഒന്നാമത്തേതെന്താ? നമ്മുടെ വരുമാനത്തിൽ നിന്നുള്ള സക്കാത്ത്. ഇപ്പം ഹജ്ജിന് പോകുമ്പോഴാണ് ചില ആൾക്കാർക്കൊക്കെ ഓർമ്മയാണത്. ഏത്? സക്കാത്തിന് എത്രയൊക്കെ ഗൗരവമുണ്ടോ. നിസ്കാരം 5 നേരമല്ലേ, അതിൻ്റെ കൂടെ അള്ളാഹ് ഓർമ്മപ്പെടുത്തിയൊരു കാര്യമാണെന്ത്? സക്കാത്ത്. ഹജ്ജോ ആയുഷ്കാലത്ത് ഒരിക്കൽ മാത്രം കൊടുത്താൽ മതി. അതാണ് അള്ളാഹുവിൻ്റെ കടം ആദ്യം വീട്ടണം. കൃത്യമായി സക്കാത്ത് കൊടുത്ത ശുദ്ധീകരിച്ച പണമായിരിക്കണം ഈ ഇൻഫാഖിനൊക്കെ നമ്മൾ ചെലവഴിക്കേണ്ടത്. അവിടെയും പിശുക്കി വെക്കും. പടച്ചോന് കൊടുക്കേണ്ടതിലും എന്തുണ്ടാകും? ബുഖിലുണ്ടാകും. അത് 2.5%, 5%, 10% ഒക്കെ ഉള്ളൂ. ഒന്നായിട്ട് പെട്ടെന്ന് ലാഭം നിധി കിട്ടുന്ന മാതിരി കിട്ടിയാൽ എത്ര വസ്തു? 20% കേട്ടോ. അങ്ങനെ കൊടുത്താൽ മതി.
എന്നാലോ ബാക്കിയുള്ളതൊക്കെ നമുക്കില്ല തന്നെയാണ് 100% നിന്ന്. 2.5% കൊണ്ട് അതന്നെയാണ് വരുന്നില്ല. ഈ 2.5% തന്നെ കൃത്യമായിട്ട് വന്നാൽ എത്ര ഉണ്ടാവും അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത്? നമ്മുടെയൊക്കെ മഹല്ലുകളിൽ നിന്ന് അവിടെയാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? പിശുക്കി വെക്കുന്നത്. അപ്പോൾ സക്കാത്ത് കൊടുക്കാതെ, സ്വതക്ക കൊടുക്കാതെ, പാവങ്ങൾക്കുള്ള സഹായങ്ങളായി, അവർക്കുള്ള കൈത്താങ്ങുകളായി നമ്മൾ ചെലവഴിക്കേണ്ടതൊന്നും ചെലവഴിക്കാതെ നമ്മൾ പിശുക്കി വെച്ചാൽ നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകുമോ? ഇവിടെ ഇട്ടേച്ചല്ല പോകുന്നത്. പിന്നെ ആർക്കാണ് അത് കിട്ടുന്നത്? നമ്മുടെ അനന്തരാവകാശികൾക്കാണ്. അനന്തരാവകാശികൾ കണ്ട് ശീലിച്ചതും പഠിച്ചതും എന്താണ്? ഓലെന്താണ്? ഓലി പിശുക്കാണ് പഠിക്കുന്നത്. ബാപ്പ ചെയ്യുന്നത് കണ്ടല്ലേ മക്കൾ വളരുന്നത്, ഉമ്മ ചെയ്യുന്നത് കണ്ടല്ലേ മക്കൾ വളരുന്നത്. വീട്ടിലേക്ക് ആരെങ്കിലും വന്നാൽ പണ്ടൊക്കെ ചെറിയ കുട്ടികളോട് കൊടുക്കും മോനെ കിടന്ന് കുട്ടികളെ കയ്യിൽ കൊടുത്ത് ശീലിപ്പിക്കുന്നത് കണ്ടിട്ടില്ല അമ്മ? ആരെങ്കിലും വന്നാൽ ഇതാ നീ കൊടുത്തോ. എന്തിനു വേണ്ടിയാണ്? ചെറിയ കുട്ടികളെ കൊടുതി ശീലിപ്പിക്കാനാണത്. നമ്മൾ നേരിട്ട് കൊടുക്കുന്നതൊക്കെ കൊടുക്കും മോളെ എന്ന് പറഞ്ഞിട്ട്. ഉമ്മയും ബാപ്പി അങ്ങനെ കൊടുക്കുന്ന ആളാണെങ്കിലാണ് മക്കൾ അങ്ങനെ അത് കണ്ടുപഠിക്കുക. വീട്ടിലേക്ക് വരുന്ന ആളുകൾ, വിരുന്നുകാർ, അതേപോലെ തന്നെ എന്തെങ്കിലും ആവശ്യങ്ങളും പ്രയാസങ്ങളും പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വരുന്ന ആളുകളെ നമ്മൾ എങ്ങനെ അവരെ പരിഗണിക്കുന്നു, എങ്ങനെ അവർ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ മക്കൾ കണ്ടുപഠിക്കുന്നുണ്ട്. അത് ആ കുടുംബത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് തന്നെ അവർക്ക് കിട്ടേണ്ട സംസ്കാരമാണ്. എൻ്റെ അമ്മ ഈ വീട്ടിലേക്ക് ആരെങ്കിലും ഒരാവശ്യം പറഞ്ഞു വരികയാണെങ്കിൽ വെറും കൈയോടെ എൻ്റെ അമ്മ മടക്കിയിട്ടില്ല. ഒന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യുക? അവരെ ആശ്വസിപ്പിച്ച് തലോടി ഇതന്നെ മതി, നിങ്ങളൊന്നും തിന്നിട്ടില്ലെങ്കിലും വേണ്ട എന്ന് പറഞ്ഞിട്ട് വന്ന ആളുകൾ ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥകൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെയുണ്ട്. നിങ്ങളൊന്നും തിന്നിട്ടില്ലെങ്കിലും എനിക്ക് എല്ലാം കിട്ടിയ മാതിരിയായി വീട്ടിലേക്ക് വന്നപ്പോൾ. അതൊക്കെ വീട്ടിൽ നിന്ന് കിട്ടണം. അവിടെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? പിശുക്കി വെക്കാൻ പാടില്ല. നമ്മൾ നല്ലോണം കരുതേണ്ട ഒരു സംഗതിയാണ്. അങ്ങനെ വെച്ചാൽ ഇതൊക്കെ നമ്മൾ കൂമ്പാരമായി കൊണ്ടുപോകുന്നുണ്ടോ? ഇല്ല. നമ്മൾ കൊണ്ടുപോകുന്ന അവസാനം മരിച്ചാൽ നമ്മൾ കൊണ്ടുപോകുന്ന സ്വത്ത് എന്താണ്? ഒന്ന് പറയ്. 3 കഷ്ണം തുണി, പിന്നെ റീല് പരുത്തി പഞ്ഞിയൊക്കെ കൊണ്ടുവരും. പക്ഷെ അതിന് കുറച്ചെടുത്തേ വെക്കുള്ളൂ അവിടെ ഇവിടെയൊക്കെ. അതുപോലുമില്ല. പിന്നെ ആ തുണി കെട്ടാനുള്ള 3 അതിൽ തന്നെ മുറിച്ചെടുത്ത 3 കയറും. ഇതല്ലേ നമ്മൾ കൊണ്ടുപോകുന്നുള്ളൂ. യഖൂലുൽ ഇൻസാൻ മാലി മാലി. മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കും. അവൻ്റെ മനോമന്ത്രം എന്താണ്? എൻ്റെ സ്വത്ത്, എൻ്റെ സ്വത്ത്. എപ്പോഴും അതാണ് മനുഷ്യൻ്റെ മനസ്സിലുള്ളത്. ഹല്ലക യബ്ന ആദം മിൻ മാലിക്. അല്ല മനുഷ്യ, നിന്റെ സ്വത്തിൽ നിന്ന് എന്താ നിനക്ക് കിട്ടുന്നത്? ഇല്ലാ മാ അകൽത. നീ തിന്നത് നിനക്ക് കിട്ടും. നമ്മൾ തിന്നവും കുടിച്ചവും നമുക്കുണ്ട്, നമ്മൾ അനുഭവിച്ചു. ഇല്ലാ മാ അകൽത ഫഅഫ്നൈത ഔ ലബിസ്ത ഫഅബ്ലൈത. നീ ധരിച്ചത് അങ്ങനെ നുരുമ്പി പോയ നിന്റെ വസ്ത്രം നിനക്ക് കിട്ടും. പിന്നെയോ ഔ തസദ്ദഖ്ത ഫഅംലൈത. അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നീ ധർമ്മം ചെയ്തതും നിനക്കുണ്ടാകും. ഇത് 3 നിനക്കുണ്ടാകുള്ളൂ. നിന്റെ കൂടെ വേറൊന്നും പോകൂല. യത്ബഉൽ മയ്യിത്ത് സലാസ്. ഒരു മയ്യത്തിൻ്റെ കൂടെ 3 കാര്യങ്ങൾ മയ്യത്തിനെ അനുഗമിക്കും എന്നാണ് പറയുന്നത്. അഹ്ലുഹു വ മാലുഹു വ അമലുഹു. അവൻ്റെ അഹ്ലി, അവൻ്റെ കൂട്ടും കുടുംബമൊക്കെ മയ്യത്തിൻ്റെ കൂടെ പോകും. മാലി, അവൻ്റെ സ്വത്തും പോകും. സ്വത്ത് പോവുക എന്ന് പറഞ്ഞാൽ എന്താ? സ്വത്ത് മയ്യത്തിൻ്റെ കൂടെ പോകുമെന്ന് പറഞ്ഞാൽ എന്താ? അവൻ എത്ര സമ്പന്നനാണോ അത്ര ആളുകൾ മയ്യത്തിൻ്റെ ഒപ്പം ഉണ്ടാകും. എടാ, സ്വത്ത് മയ്യത്തിൻ്റെ കൂടെ പോകണമെന്ന് പറഞ്ഞാൽ സമ്പന്നന്മാർ മരിച്ച കണ്ടിട്ടില്ലേ? ആൾക്കാർ കൂടും. കാരണം എന്താ? ആ മരിച്ച ആളുടെ അനന്തര അവകാശികളായി മക്കൾ കുറേ ഉണ്ട്. ഓലെടുത്ത് നമുക്ക് പലതും കിട്ടാണ്ട്. അപ്പം പാപ്പ മരിക്കുമ്പം മയ്യത്തിൻ്റെ കൂടെ വന്ന ആളാണ് എന്നൊരു പരിഗണന ആർക്കുണ്ടാകും? ഈ ആളുകൾക്കുണ്ടാകും. അല്ലാതെ നമ്മളെ സ്വത്തൊക്കെ നമ്മളെ മയ്യത്തിൻ്റെ കൂടെ പോയി ഞങ്ങൾ കണ്ടിട്ടുണ്ടോ? ബാങ്ക് ബാലൻസ് മയ്യത്തിൻ്റെ ഒപ്പം പോകുമോ? വേറെ ഏതെങ്കിലും പോകുമോ? ഇല്ല. ഫക്കീർമാരായ സാധുക്കളായ ആൾക്കാർ മരിക്കുകയാണെങ്കിൽ ഒരു സ്വഫ് പോലും മുഴുവനാകാതെ മയ്യത്ത് നിസ്കരിച്ച് പോകും. മറ്റേത് പള്ളി നിറഞ്ഞ് മുറ്റത്തൊക്കെ ഒന്ന് നിസ്കരിക്കും.
അഹ്ലുഹു വമാലുഹു, പിന്നെ ഒന്നും കൂടിയും പോകും. പിന്നെന്താ പോകുന്നത്? അമലുഹു, അവൻ്റെ കർമ്മങ്ങളും അവൻ്റെ കൂടെ പോകും. ഇത് മൂന്നും പോരും. പക്ഷേ 2 എണ്ണം എന്ത് ചെയ്യും? തിരിച്ചു പോരും. ആ 3 പൊടി മണ്ണിട്ട് മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്ന് പറഞ്ഞിട്ട് ഇവിടെ അടുത്തുള്ള ശ്മശാനം ഏതാ? കണ്ണമ്പറമ്പിൽ എത്ര ആൾക്കാർക്ക് അവിടെ ഖബറിൻ്റെ മുകളിൽ നമ്മൾ മണ്ണ് വാരിയിട്ടിട്ടുണ്ട് അല്ലേ? നമ്മുടെയൊക്കെ ഈ ശ്മശാനങ്ങളിൽ അങ്ങനെ ചെയ്യുന്നുണ്ട് മറമാടുന്ന സന്ദർഭത്തിൽ. അങ്ങനെ 3 പൊടി മണ്ണ് നമ്മുടെ ഖബറിലും ഇടുന്നൊരു ദിവസം വരാനുണ്ട്, അത് ഓർക്കണം. വയർജിഉസ്നാൻ, ഈ പറഞ്ഞ 2ഉം എന്ത് ചെയ്യും? മടങ്ങിപ്പോകും. വയബ്ഖാ വാഹിദ്, 1 മാത്രം നമ്മുടെ കൂടെ ബാക്കിയാകും. അതാണ് എന്ത്? അമലുഹു, നമ്മുടെ കർമ്മങ്ങൾ. അപ്പോൾ നമ്മൾ പിശുക്കി വെക്കരുത്. പിശുക്കി വെച്ചാൽ നിങ്ങളുടെ കഴുത്തിൽ നിങ്ങൾ പിശുക്കി വെച്ച സമ്പത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മാല ചാർത്തുമെന്നാണ് പറയുന്നത് കേട്ടോ. തവ്വഖ യുതവ്വിഖു എന്ന് പറഞ്ഞാൽ മാല ചാർത്തി, കഴുത്തിൽ ചാർത്തുന്ന മാലക്കാണ് പറയുന്നത്. ഖണ്ഡാഭരണമായി അള്ളാഹു അതിനെ ചാർത്തും. ഇതിൻ്റെ തഫ്സീറുകൾ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. അത് അള്ളാഹു പരലോകത്ത് നൽകുന്ന ഒരു ശിക്ഷയെക്കുറിച്ച് പറഞ്ഞതാണ്. അതല്ല, എന്താണോ ഇവിടെ പിശുക്കി വെച്ചിട്ടുള്ളത് അത് തന്നെ അവിടെ കഴുത്തിൽ അണിയിക്കും എന്ന് ഒക്കെ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട സഹീഹായ ഹദീസ് ഇമാം ബുഖാരി, ഇമാം നസാഹി റഹിമഹുല്ലാ അവരൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, മൻ ആതാഹുല്ലാഹു മാലൻ ഫലം യുഅദ്ദി സകാത്ത, അള്ളാഹു ആർക്കെങ്കിലും സമ്പത്ത് കൊടുത്തു എന്നിട്ടോ അവൻ അതിൻ്റെ സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ, മുസ്സില ലഹു ശുജാഉൻ അഖറഉ ലഹു സബീബത്താൻ, ആ സക്കാത്ത് കൊടുക്കാത്ത അവൻ്റെ സമ്പത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വലിയ സർപ്പമായി രൂപപ്പെടുത്തും. സബീബത്താൻ ലഹു സബീബത്താനി, അതിന് 2 തലകളുണ്ടാകും. യുതവ്വിഖുഹു യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ ആ സർപ്പത്തെയാണ് അവൻ്റെ കഴുത്തിൽ ആഭരണമായി അണിയിക്കുക. എത്ര തലയുണ്ട്? എത്ര തല സർപ്പത്തിന്? 2 തല. ഫയഖുദു ബിൽഹിസ്മതൈഹി, എന്നിട്ട് അവൻ്റെ 2 കവിളിലും അത് കൊത്തിക്കൊണ്ടിരിക്കും. യഖൂൽ, എന്നിട്ട് പറയും, അന മാലുക്ക, നീ സക്കാത്തും സദഖയൊന്നും കൊടുക്കാതെ പിശുക്കി വെച്ച സ്വത്തില്ലേ, അതാണ് ഞാൻ. അന മാലുക്, ഞാൻ നീ പിശുക്കി വെച്ച നിൻ്റെ സമ്പത്താണ്. അന കൻസുക, ഞാൻ നിൻ്റെ കെൻസാണ്, നീ സമ്പാദിച്ചു വെച്ച നിൻ്റെ നിധിയാണ് എന്ന് പറയും. സുമ്മ തലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്ത ആയത്ത് ഏതാണ്? ഇപ്പം നമ്മൾ പഠിക്കുന്ന ആയത്ത് ഓതി നോക്കൂ. ولا تحسبن الذين يبخلون بما آتاهم الله من فضله هو خيرا لهم بل هو شر لهم سيطوقون ما بخلوا به يوم القيامة ولله ميراث السماوات والأرض വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. അപ്പം എന്ത് ചെയ്യണം? നമ്മൾ എല്ലാ പിശുക്കും മാറ്റി ഉദാരമതികളാവുക കേട്ടോ. നമ്മൾ നമുക്ക് വേണ്ടി ചെലവഴിക്കാൻ ഏതൊക്കെ അവസരം കിട്ടുന്നുവോ ആ സന്ദർഭത്തിലൊക്കെ നമ്മൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുക. പഠിച്ചോൻ എനിക്കൊരു ചാൻസ് തന്നതാണ് ഈ കാര്യം, അവസരം മുന്നിലെത്തുമ്പോൾ ഇത് പഠിച്ചോൻ എനിക്ക് തന്നൊരു ചാൻസാണ് എന്ന് വിചാരിച്ചുകൊണ്ടത് വിനിയോഗിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നോക്കൂ, ലഖദ് സമിഅ അല്ലാഹു ഖൗലല്ലദീന ഖാലൂ ഇന്നല്ലാഹ ഫഖീറുൻ വനഹ്നു അഗ്നിയാ. ഈ ജൂതന്മാരുടെ മനസ്ഥിതിയെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ദുനിയാവിനോട് ഏറ്റവും കൂടുതൽ അത്യാർത്തിയുള്ള ഒരു വിഭാഗമായിക്കൊണ്ടാണ് ആരെ പരിചയപ്പെടുത്തുന്നത്? ഇവരെ പരിചയം. എന്നാൽ ഏറ്റവും വലിയ ഭീരുക്കളാണ് എന്നും അള്ളാഹു പറയുന്നത് ആരെക്കുറിച്ചാണ്? ഇവരെക്കുറിച്ച്. ഭയങ്കരം പേടിത്തൊണ്ടന്മാരാണ്, ദുനിയാവിനോട് ഏറ്റവും കൂടുതൽ അത്യാർത്തിയുമുള്ളവരാണ്.
അപ്പോൾ ലഖദ് സമീഅ അല്ലാഹ്, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടിട്ടുണ്ട്. എന്ത്? ഖൗലല്ലദീന ഖാലു, ഇങ്ങനെ പറഞ്ഞ ആളുകളുടെ വാക്ക് കേട്ടിട്ടുണ്ട്. എന്താണ് അവർ പറഞ്ഞത്? ഇന്നല്ലാഹ ഫഖീർ, നിശ്ചയമായും അള്ളാഹു ഫക്കീറാണ്, ദരിദ്രനാണ്. കാരണം എന്താ? ചെലവഴിക്കുന്നതിനെ കുറിച്ച് പറയല്ലേ. ചില ആളുകൾ ശരിക്കും അനുഭവത്തിലുള്ള കാര്യങ്ങൾ പറയാം കേട്ടോ. ആ പള്ളിക്ക് പോകണ്ട അറിയും. അതെന്താ? ആ പള്ളിയിൽ പോയ എല്ലാ ആഴ്ചയോടെ പിരിവാണ് കേട്ടോ. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകും അവിടെ. ഹോം കെയർ അല്ല ഇതുണ്ടാകും, എന്ത് കെയർ ഹോം ഉണ്ടാകും, അല്ലെങ്കിൽ എബിലിറ്റി ഉണ്ടാകും, അല്ലെങ്കിൽ വേറൊന്നുണ്ടാകും, അല്ലെങ്കിൽ പള്ളി നിർമ്മാണ ഫണ്ട് ഉണ്ടാകും. അപ്പോൾ ഒരു മാസത്തിലാകെ 4 വെള്ളിയാഴ്ചയുള്ളത്. മനുഷ്യന്മാർ കൂടുന്ന സമയമാണ് ഇത് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ എന്തെങ്കിലും പുണ്യകർമ്മങ്ങൾ 10 റുപ്യാണെങ്കിൽ 10 റുപ്യ അവർ ചുറ്റോട്ടെ എന്നുള്ള നിലക്കൊരു വഴി തുറന്നു കൊടുക്കുമ്പോൾ അത് ഷർറായി കാണുകയാണ് മനുഷ്യന്മാരെ. നമ്മൾ മറന്നു പോയ കാര്യം ഒരു ഉണർത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തോളി മനുഷ്യന്മാരെ എന്ന് പറയാനുള്ള അവസരം. അപ്പോൾ ഇത് അള്ളാഹു ഫക്കീറായത് കൊണ്ടാണോ? ജൂതന്മാർ വിചാരിച്ച എന്താണെന്നോ, ഈ സക്കാത്ത് സദക്ക അതൊക്കെ അള്ളാഹിൻ്റെ മാർഗത്തിൽ ഫീ സബീലിൽ അള്ളാഹിനെ ചേർക്കണുണ്ടല്ലോ. ആരെ മാർഗത്തിലാണിത് നിങ്ങൾ കൊടുക്കേണ്ടത്? അള്ളാഹിൻ്റെ മാർഗത്തിൽ, അള്ളാഹിൻ്റെ മാർഗത്തിൽ. അപ്പോൾ അള്ളാഹ്ക്ക് ഇങ്ങനെ ഇത് കൊടുക്കാൻ പറ്റിയൊരു ഫക്കീറാണോ പഠിച്ചോൻ? കടം കൊടുക്കും, വായ്പയും ചോദിക്കുന്നുണ്ട് മൂപ്പര് അല്ലേ? ഏതാ? മന്ദല്ലദീ യുഖ്രിഉല്ലാഹ ഖർളൻ ഹസന, ഏറ്റവും നല്ല കടം വായ്പ ആരാണ് അള്ളാഹ്ക്ക് കൊടുക്കുക എന്ന് ചോദിക്കുന്നുണ്ട്. കൊടുക്കുമ്പോൾ അതൊക്കെ ഇത് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്, അവൻ്റെ വജ്ഹ്, അവൻ്റെ റിള, പരലോക രക്ഷ നമുക്ക് തന്നെയാണ്. നമുക്ക് വേണ്ടിയല്ല എല്ലാം ചെയ്യുന്നത്. ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ ഫലി നഫ്സിഹി, അതാർക്ക് വേണ്ടിയാണ്? അത് അവന് വേണ്ടിയാണ്. പഠിച്ചോനൊന്നും ഇതിന് കിട്ടാറില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ പറയുന്നു, ഇന്നല്ലാഹ ഫഖീർ, അള്ളാഹു ദരിദ്രനാണ്, വനഹനു അഗ്നിയ, ഞങ്ങളൊക്കെ ധനാഢ്യരാണ് എന്ന് പറയുന്ന ആളുകളുടെ വാക്ക് പഠിച്ചോൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഖുർആൻ്റെ ഒരു ശൈലിയാണ്. ഖദ് സമീഅ അല്ലാഹു എന്ന് പറഞ്ഞിട്ട് സൂറ മുജാദില തുടങ്ങുന്നത് എങ്ങനെയാണ്? ഖദ് സമീഅ ഒരു ജുസ് തന്നെയാണ് തുടങ്ങുന്നത് അല്ലേ? ഖദ് സമീഅ ജുസ് എന്നാണ് പറയുക. ഖദ് സമീഅ അല്ലാഹ്, തീർച്ചയായും അള്ളാഹു കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്. അള്ളാഹ് കേൾക്കുന്നതിനെ കുറിച്ച് ഇങ്ങനെ സത്യം ചെയ്ത് പറയേണ്ടതുണ്ടോ? അപ്പോൾ ഈ കാര്യങ്ങൾ അതിൻ്റെ ഗൗരവം സൂചിപ്പിക്കാനാണ് ഇങ്ങനെ പറയുന്നത്. സഈദ് ഇബ്നു ജുബൈർ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും അവരിൽ നിന്നൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. ജൂതന്മാരിൽ നിന്നൊരു സംഘം റസൂലിൻ്റെ അരികിൽ വന്നു. അങ്ങനെ ഇങ്ങനെ മന്ദല്ലദീ യുഖ്രിഉല്ലാഹ ഖർളൻ ഹസനൻ എന്ന ഈ ആയത്തിനെ കുറിച്ചാണ് അവർ ചോദിച്ചത്. സൂറ ബക്കറിലെ 275-ാമത്തെ ആയത്ത് നമ്മൾ പഠിച്ചതാണ് അല്ലേ? എന്നിട്ട് അവർ ഇത് ഓതിക്കൊണ്ട് നബിയോട് ചോദിക്കുകയാണ്, ഫഖാലു യാ മുഹമ്മദ്, മുഹമ്മദേ, യാ ഫഖീറുൻ റബ്ബുക യസ്അലു ഇബാദഹുൽ ഖർള, മുഹമ്മദേ, നിന്റെ റബ്ബ് ഫഖീറാണോ? അവൻ്റെ അടിമകളോട് വായ്പ ചോദിക്കാൻ മാത്രം ഫഖീറാണോ നിന്റെ റബ്ബ് എന്ന് ജൂതന്മാർ ചോദിച്ചു. നഹനു അഗ്നിയ, ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ സമ്പന്നരാകുന്നു. അപ്പോഴാണ് അള്ളാഹു ഈ ആയത്ത് അവതരിപ്പിച്ചത് എന്ന് ഇതിൻ്റെ സബബുൻ നുസൂൽ വിശദീകരിക്കുന്ന തഫ്സീറിൽ നമുക്ക് കാണാൻ കഴിയും. ലഖദ് സമിഅ അല്ലാഹു ഖൗലല്ലദീന ഖാലൂ ഇന്നല്ലാഹ ഫഖീറുൻ വനഹ്നു അഗ്നിയാ സനക്തുബു മാ ഖാലൂ, അവർ പറഞ്ഞത് നാം രേഖപ്പെടുത്തി വെക്കുന്നതാകുന്നു. സനക്തുബു, നാം രേഖപ്പെടുത്തി വെക്കും. മാ ഖാലു, അവരുടെ ഈ പ്രസ്താവന. പിന്നെ എന്തും നാം രേഖപ്പെടുത്തും. വഖത്ലഹുമുൽ അംബിയാ ബിഗൈരി ഹഖ്, അനർഹമായി അവർ അംബിയാക്കളെ വധിച്ചവരാകുന്നു. അതും വഖത്ലഹുമുൽ അംബിയാ ബിഗൈരി ഹഖ്, അള്ളാഹുവിൻ്റെ അംബിയാക്കളെ കൊന്നുകളഞ്ഞ ആൾക്കാരാണ് ആര്? ജൂതവർഗം. ഇപ്പോഴും ആ പണി നിർത്തിയിട്ടുണ്ട് അവർ. ലോകത്തെ ഏറ്റവും കൂടുതൽ കേട്ടോ നിരപരാധികളായ പാവങ്ങളായ കുട്ടികളെയും സ്ത്രീകളെയും വയോവൃദ്ധരായ മനുഷ്യന്മാരെയും ഒക്കെ ഇപ്പോഴും
നിർദാക്ഷിണ്യം കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ജൂത സമൂഹം. നമ്മുടെ ഫലസ്തീനിലെ സഹോദരങ്ങളുടെ അവസ്ഥ നമുക്കറിയാം. അള്ളാഹു അതിൽ നിന്നൊക്കെ ഒരു മോചനം അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അമ്പിയാക്കൾ എന്ന് പറഞ്ഞ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു തിരഞ്ഞെടുത്ത ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യന്മാരാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ശ്രേഷ്ഠരാണ് ആര്? അമ്പിയാക്കൾ. അവരെ പോലും കൊല്ലാൻ മടി കാണിക്കാത്തവരാണ് ആര്? ഈ ജൂതന്മാർ. നിങ്ങളുടെ എല്ലാ പ്രസ്താവനകളും പറച്ചിലുകളും ചെയ്തികളും അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. വനഖൂൽ, എന്നിട്ട് നാം അവരോട് പറയും, ദുഖൂ അദാബൽ ഹരീഖ്. ഹരീഖ് എന്ന് പറഞ്ഞാൽ കത്തി എരിയുന്ന നരകശിക്ഷ നിങ്ങൾ അത് രുചിച്ചുകൊള്ളുവിൻ, ആസ്വദിച്ചുകൊള്ളുവിൻ എന്ന് നാം അവരോട് പറയുകയും ചെയ്യും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ വിശദീകരിക്കുന്നത്. ദാലിക, ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകാൻ കാരണം എന്താണെന്നോ, നിങ്ങൾക്ക് ശിക്ഷയുണ്ടാകാൻ കാരണം ഈ പതിത്വവും നിന്ദ്യതയുമൊക്കെ ദുനിയാവിലും നിങ്ങൾക്ക് ലഭിക്കാനുള്ള കാരണം ബിമാ ഖദ്ദമത് ഐദീക്കും, നിങ്ങളുടെ കൈകൾ മുൻകൂട്ടി ചെയ്തത് നിമിത്തം. മനുഷ്യൻ്റെ ചെയ്തികളാണ് അവൻ്റെ ജീവിതത്തിലെ സുഖവും ദുഃഖവും തീരുമാനിക്കുക. ഭൗതിക ജീവിതത്തിലാണെങ്കിലും മരണാനന്തര ജീവിതത്തിലാണെങ്കിലും നമ്മുടെ കർമ്മങ്ങളാണ്. നമുക്ക് നാമേ പണിവതു നാഗം, നരകവും അതുപോലെ. നമുക്ക് സ്വർഗം പണിയുന്നത് ആരാണ്? നമ്മളാണ്. നമുക്ക് നരകം പണിയുന്നത് ആരാണ്? നമ്മളാണ്, നമ്മുടെ ചെയ്തികളാണ്. അതാണ് ബിമാ ഖദ്ദമത് ഐദീക്കും വ അന്നല്ലാഹ ലൈസ ബിളല്ലാമിൻ ലിൽ അബീദ്. നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിമകളോട് ഒരിക്കലും നീതി കാണിക്കുന്നവനല്ല. വമാ അന ബിളല്ലാമിൻ ലിൽ അബീദ്. അമൽ സ്വാലിഹാത്ത് ചെയ്തവർക്ക് അള്ളാഹു അതിനനുസരിച്ചുള്ള പ്രതിഫലം നൽകും. ആരെങ്കിലും അണുത്തൂക്കം, അല്ലേ? അണുത്തൂക്കം എന്ന് പറഞ്ഞാൽ എത്രയാണ്? മിസ്കാല ദർറ. വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. അതേപോലെ തന്നെ അവർ ആരും കൂടിയാണെന്നോ, ഈ ജൂതന്മാരുടെ നേരത്തെ കഴിഞ്ഞു പോയവരുടെ സ്വഭാവങ്ങൾ ഇപ്പോഴും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. നേരത്തെ കഴിഞ്ഞത് പറഞ്ഞാൽ പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട പല ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും വീണ്ടും വീണ്ടും അവർ ആവർത്തിച്ച് ചോദിച്ചത് പറയുന്നുണ്ട്. അല്ലദീന ഖാലു, ഇങ്ങനെ പറഞ്ഞവരാകുന്ന അവർ, ഇന്നല്ലാഹ അഹിദ ഇലൈന, അള്ളാഹു ഞങ്ങളോട് കരാർ വാങ്ങിയിട്ടുണ്ട്. കേട്ടോ, ഇന്നല്ലാഹ അഹിദ ഇലൈന, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളോട് കരാർ വാങ്ങിയിട്ടുണ്ട്. എന്തിനാണെന്നോ, അല്ലാ നുഅ്മിന ലി റസൂലിൻ, ഒരു റസൂലിലും ഞങ്ങൾ വിശ്വസിക്കുകയില്ല, ഹത്താ യഅതിയനാ ബിഖുർബാനിൻ തഅകുലുഹുന്നാർ, ഹത്താ യഅതിയനാ ബിഖുർബാനിൻ, ഒരു ബലി നടത്തി, അങ്ങനെ ആ ബലി തഅകുലുഹുന്നാർ, ആ ബലിയെ ഒരു അഗ്നി തിന്നുകളയുന്നത് വരെ ഞങ്ങളൊരു പ്രവാചകനിലും വിശ്വസിക്കുകയില്ല എന്ന് അള്ളാഹുവിനോട് കരാർ ചെയ്തവരാണ് ഞങ്ങൾ എന്ന് പറയുന്നവരാകുന്നു ഈ ആളുകൾ എന്നാണ്. വന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നൊരു സംഭവത്തെ ഖുർആൻ പ്രത്യേകം അത് അവരുടെ വേദപുസ്തകങ്ങളിലൊക്കെ അവർ പാരായണം ചെയ്യുന്നതും ഓർക്കുന്നതുമായ സംഭവമാണ്. അപ്പോൾ അത് അവരുടെ സത്യസന്ധതയില്ലായ്മയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വീണ്ടും എടുത്തു പറഞ്ഞ് അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഖുൽ, അത്തരക്കാരായ ആളുകളോട് പറഞ്ഞേക്കുക, ഖദ് ജാഅകും റുസുലും മിൻ ഖബ്ലി ബിൽ ബയ്യിനാത്ത്, ഖദ് ജാഅകും റുസുലും മിൻ ഖബ്ലി, എനിക്ക് മുമ്പും വ്യക്തമായ തെളിവുകളുമായി ധാരാളം പ്രവാചകന്മാർ, റുസുൽ എന്നാണ് പറഞ്ഞത് കേട്ടോ, ധാരാളം പ്രവാചകന്മാർ, എമ്പാടും പ്രവാചകന്മാർ വന്നു പോയിട്ടുണ്ട്. ഫലിമ ഖത്തൽതുമുഹും, എന്തിനാണ് ആ പ്രവാചകന്മാരെയൊക്കെ നിങ്ങൾ കൊന്നൊടുക്കിയത്? ഇന്ന അസ്ലാഫക്കും കാനൂ മുതഅന്നിതീന വമാ അൻതും ഇല്ലാ
കഅസ്ലാഫിക്കും, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ പൂർവികന്മാരും നിങ്ങളെപ്പോലെ ഇത്തരം ധിക്കാര സ്വഭാവം ചെയ്ത ആൾക്കാരാണ്. ആ പൂർവികരുടെ ധിക്കാര സ്വഭാവത്തെ തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? പിന്തുടർന്ന് പോരുന്നത്. അവരെയൊക്കെ, അമ്പിയാക്കളെയൊക്കെ എന്തിനാണ് നിങ്ങൾ വധിച്ചു കളഞ്ഞത്? നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ ജൂതന്മാർ ചെയ്ത വളരെ ക്രൂരമായ നികൃഷ്ടമായ പ്രവർത്തനങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു ഫക്കീറാണോ ഗനിയാണോ എന്ന് എന്ത് ചെയ്യേണ്ട, നിങ്ങൾ പറയേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാര്യം വിശദീകരിക്കുന്നത്. ഫഇൻ കദ്ദബൂക നബിയെ, നിങ്ങളും അതിൽ എന്ത് ചെയ്യേണ്ടതില്ല, മനപ്രയാസമോ മനോവ്യഥയോ അനുഭവിക്കേണ്ടതില്ല. ഫഇൻ കദ്ദബൂക, അവർ താങ്കളെ കളവാക്കുന്നുവെങ്കിൽ ഫഖദ് കുദ്ദിബ റസുലുൻ മിൻ ഖബ്ലിക്, നിങ്ങൾക്ക് മുമ്പും ധാരാളം പ്രവാചകന്മാർ കളവാക്കപ്പെട്ടിട്ടുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പാണ് എല്ലാ അമ്പിയാക്കളും വന്നിട്ടുള്ളത്. നബി അവസാനത്തെ പ്രവാചകനാണ്. നിങ്ങൾക്ക് മുമ്പ് വന്ന പ്രവാചകന്മാരൊക്കെ തങ്ങളുടെ ജനതകളാൽ കളവാക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്നും വിശ്വാസികളായിട്ടില്ല അല്ലേ? ആദ്യത്തെ പ്രവാചകനാണ് ആര്? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ആരാ? കുടുംബത്തിൽ നിന്ന് മകനില്ല, പിന്നെ ഭാര്യയില്ല, പിന്നെ നാട്ടുകാരുടെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഒരു കപ്പലിൽ കൊള്ളാവുന്ന അത്ര ആൾക്കാർ ഒരു പ്രവാചകൻ്റെ അനുയായികളായിട്ട് അന്ന് ഉണ്ടായിട്ടുള്ളൂ. മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രവാചകനെ കളവാക്കിയിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരെയും ആ പ്രവാചകന്മാർ ഏതൊരു പ്രബോധിത സമൂഹത്തിലേക്കാണോ അയച്ചിട്ടുള്ളത്, ആ പ്രബോധിത സമൂഹം ഒരിക്കലും അവരെ കയ്യും നീട്ടി സ്വീകരിച്ച അവസ്ഥ ഉണ്ടായിട്ടില്ല. ഇതാ വന്നോളൂ എന്ന് പറഞ്ഞിട്ട് അവർക്ക് പൂമത്തെയോ പരവതാനിയോ ഒരുക്കി കൊടുത്തിട്ട് അവരെ സ്വീകരിച്ചൊരവസ്ഥ ഉണ്ടായിട്ടില്ല. ആദ്യം എതിർപ്പാണ് ഉണ്ടായത്. എല്ലാ റസൂലിനെ വരെ ആദ്യം എന്താ ഉണ്ടാകുക? എതിർപ്പാണ് ഉണ്ടാകുക. അങ്ങനെ പരീക്ഷണങ്ങളാണ് ഉണ്ടാകുക. അതാ പറയുന്നത് ഫഇൻ കദ്ദബൂക ഫഖദ് കുദ്ദിബ റസുലുൻ മിൻ ഖബ്ലിക് ജാഊ ബിൽ ബയ്യിനാതി, അവരൊക്കെ വ്യക്തമായ തെളിവും കൊണ്ടാണ് വന്നത്. പ്രവാചകന്മാർ കേട്ടോ, വ്യക്തമായ തെളിവുമായി. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വന്നപ്പോൾ എത്ര തെളിവുകളാണ് അല്ലേ? ഒന്ന് വടിയുണ്ട്, കക്ഷത്തിൽ കൈ വെച്ചിങ്ങനെ എടുത്താൽ എന്ത് ചെയ്യും? തിളങ്ങും. ആ മാജിക്കാരായ സമൂഹമായിരുന്നല്ലോ. ഇതൊക്കെയാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകിയ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മുഅ്ജിസത്ത് നൽകി. എല്ലാ അമ്പിയാക്കൾക്കും അതാത് കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായ ബയ്യിനാത്തുകൾ നൽകി. വസ്സുബുർ, അതേപോലെ തന്നെ അവർക്ക് ഏടുകൾ നൽകി കേട്ടോ. വൽ കിതാബിൽ മുനീർ, പ്രകാശം പരത്തുന്ന വേദഗ്രന്ഥങ്ങളും നൽകി. അമ്പിയാക്കൾക്ക് ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. എന്നിട്ടും എന്ത് ചെയ്തു? അവർ അവരെ കളവാക്കി. നമ്മുടെ കയ്യിൽ ഏറ്റവും വലിയൊരു മുഅ്ജിസത്തുണ്ട്, മൂസാ നബിയുടെ വടി. ഇപ്പോൾ അത് ഉപയോഗിക്കാൻ കഴിയും? മൂസാ നബിൻ്റെ മുഅ്ജിസത്ത് എന്ത് ചെയ്തു? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മരണത്തോടു കൂടി അതിൻ്റെ ചാർജ് പോയി. ഇനി വടി, ഇത് മൂസാ നബിൻ്റെ വടിയാണ്, പണ്ട് കളഞ്ഞ് കിട്ടിയതാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൊണ്ടുവന്നാൽ മാഫി ഫായിദ, വല്ല ഉപകാരം അതുകൊണ്ടുണ്ടോ? ഇല്ല. എവിടെയെങ്കിലുമൊക്കെ മ്യൂസിയത്തിൽ വെച്ച് പൈസ വാങ്ങാന്നല്ലാതെ മൂസാ നബിൻ്റെ വടിയാണെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടൊരു ഫായിദയില്ല. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയ മുഅ്ജിസത്ത് എന്താണ്? അതാണ് ഈ ഖുർആൻ മുഅ്ജിസത്ത്. ഈ മുഅ്ജിസത്തിൻ്റെ പ്രത്യേകത എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്തെന്ന പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണകാലത്തും മരിച്ചതിന് ശേഷവും അതേപോലെ തന്നെ ലോകാവസാനം വരെയും ഇതെന്താണ്? മുഅ്ജിസത്താണ്. ഇത്ര വലിയൊരു സാധനം നമ്മുടെ കയ്യിലുള്ളത്, ഇത് മുഅ്ജിസത്താണെന്ന് തന്നെ നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാ വിധത്തിലുമുള്ള അമാനുഷികത ലോകാവസാനം വരെ ആര് നിലനിർത്തും? അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തും. അതാണ് കിതാബുൽ മുനീർ എന്ന് പറഞ്ഞാൽ എന്താ? വെളിച്ചം പരത്തുന്ന, പ്രകാശം ചൊരിയുന്ന ഗ്രന്ഥം. അതുപോലെ തന്നെ ഏടുകൾ, അള്ളാഹുവിൻ്റെ അരികിൽ നിന്നുള്ള വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ. ഇതൊക്കെ കിട്ടിയിട്ടും മനുഷ്യന്മാരെന്ത് ചെയ്തിട്ടുണ്ട്? കളവാക്കിയിട്ടുണ്ട്. ഇപ്പോഴും
അല്ലേ? ഖുർആനെ എല്ലാവരും ഇപ്പോൾ ഖുർആൻ അംഗീകരിക്കുന്നുണ്ടോ? ഖുർആനിൻ്റെ അനുയായികളാണെന്ന് പറയുന്ന അങ്ങനെ മുസ്ലിങ്ങളായ ഉമ്മാക്കും ഉപ്പാക്കും ജനിച്ചിട്ട് ഇസ്ലാമികമായ ചുറ്റുപാടിലും സംസ്കാരത്തിലൊക്കെ വളർന്നിട്ടുള്ള ആളുകൾ തന്നെ എന്തിനെ നിഷേധിക്കുന്നുണ്ട്? ഖുർആനിനെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായിട്ടില്ല, മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഇതെല്ലാവർക്കും മനഃപ്പാടമുള്ള ഒരായത്താണ് അല്ലേ? എല്ലാവർക്കും ഉള്ളതാണ്. കുല്ലു നഫ്സിൻ, എല്ലാ ദേഹവും. നഫ്സ് എന്ന പദത്തിന് ആത്മാവ് എന്ന അർത്ഥത്തിലും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ദേഹം എന്ന അർത്ഥത്തിലും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ശരീരം. ഇവിടെ നഫ്സ് എന്ന പദത്തിന് ഉറപ്പിച്ച് പറയാവുന്ന അർത്ഥമാണ് ഏത്? ദേഹം, ശരീരം. കേട്ടോ? കാരണം എന്താ? ആത്മാവിന് മരണമില്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും എല്ലാ ദേഹവും മരണത്തെ രുചി നോക്കുക തന്നെ ചെയ്യുന്ന. ആത്മാവ് മരിക്കൂല. ആത്മാവ് നമ്മുടെ ഭൗതിക ശരീരത്തിൽ നിന്ന് താൽക്കാലികമായി വേർപിരിയുന്ന അവസ്ഥക്കാണ് എന്ത് പറയുന്നത്? മരണം. നമുക്കൊക്കെ റൂഹില്ലേ? നമ്മുടെ ശരീരത്തിൽ എന്തുണ്ട്? ഉണ്ടോ? ഉണ്ട്. ആ റൂഹ് ഉള്ള സമയം എപ്പോഴൊക്കെയാണ്? റൂഹുള്ള സമയം ഇപ്പോഴൊക്കെ നമുക്ക് റൂഹുണ്ട്. ഇത് എപ്പോഴാണ് കിട്ടിയത്? നിങ്ങളെ റൂഹ് എപ്പോഴാണ് കിട്ടിയത്? ഓർമ്മല്ലേ? നമ്മുടെ ഉമ്മയുടെ ഗർഭ അവസ്ഥയിൽ നമ്മളായിരിക്കുമ്പോൾ 4 മാസം പ്രായമാകുമ്പോഴാണ് നമുക്ക് റൂഹ് തരിക. ഇതാരാ പറഞ്ഞു തന്നത്? ഇതൊക്കെ ഗൈബിയായ കാര്യമാണ്. ഇത് നമുക്ക് പറഞ്ഞു തന്നാരാണ്? വഹീൻ്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ 4ാമത്തെ മാസം ഗർഭസ്ഥ ശിശുവാകുന്ന സന്ദർഭത്തിലാണ് റൂഹ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ റൂഹ് നമുക്ക് കിട്ടുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ പേരിൽ അത് രജിസ്റ്റേർഡ്. കേട്ടോ? അതിനാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ജനിച്ചതിന് ശേഷം നമുക്ക് പേര് വിളിക്കണമെന്ന് പറയുന്നത്. നമുക്ക് പേര് വിളിക്കണം, നല്ല പേര് വിളിക്കണം. ഈ പേരാണ് നിങ്ങളുടെ പിതാവിൻ്റെ പേരുമായി ചേർത്ത് എവിടെ വിളിക്കുക? അവിടെ ഒരു ഹാജർ പട്ടിക ഉണ്ട്, വലിയ ഹാജർ പട്ടികയാണ് അവിടുത്തെ പട്ടിക. കേട്ടോ? അവിടുത്തെ നമ്മളെ റോൾ നമ്പർ എത്രയാണെന്ന് അറിയില്ല. ഇവിടുത്തെ നമ്മൾ പഠിക്കുമ്പോൾ ഓരോ സ്ഥാപനത്തിൽ റോൾ നമ്പർ അറിയില്ല. പഠിച്ചോന്നറിയാം റോൾ നമ്പർ. ദുനിയാവൊക്കെ വരുമ്പോഴേ സെക്കൻഡിൻ്റെ ഒക്കെ വ്യത്യാസത്തിലായിരിക്കും. ഇപ്പോൾ എത്ര കുട്ടികൾ ജനിച്ചിട്ടുണ്ട് ഭൂമിയിൽ? ആ അറിവ് ആർക്കേ ഉണ്ടാവുകയുള്ളൂ? ആർക്കെങ്കിലും അറിയാൻ കഴിയും? ഇപ്പം എത്ര ആൾ മരിച്ചു? ഈ നിമിഷം ഞാൻ ഈ പറഞ്ഞ സമയത്ത് ഭൂമിയിൽ എത്ര ആൾ മരിച്ചു, എത്ര ആൾ ജനിച്ചു? ഈ കണക്കൊക്കെ എവിടെയുള്ളത്? ഇനി എല്ലാറ്റിനെ കുറിച്ചും കൃത്യമായ എണ്ണം ആരുടെ കയ്യിലുണ്ട്? പഠിച്ചോൻ്റെ കയ്യിൽ. സൂറത്ത് ജിന്നിൻ്റെ അവസാനത്തെ ആയത്തിൻ്റെ അവസാനത്തെ ഭാഗം ഒന്ന് വായിച്ചു നോക്കണ്ട്. എല്ലുണ്ട്. വഅഹ്സാ കുല്ല ഷൈഇൻ അദദ, എല്ലാറ്റിൻ്റെയും എണ്ണം പഠിച്ചോൻ കണക്കാക്കിയിട്ടുണ്ടെന്ന്. ഈ ദുനിയാവിൽ ഏതൊക്കെ വസ്തുക്കളാണെങ്കിലും, മനുഷ്യന്മാരാണെങ്കിലും ജന്തുക്കളാണെങ്കിലും അചേതന വസ്തുക്കളാണെങ്കിലും ജീവനുള്ളതാണെങ്കിലും ഒക്കെ. അപ്പോൾ നോക്കൂ നിങ്ങൾ, ആ ആത്മാവ് നമ്മുടെ പേരിൽ രേഖപ്പെടുത്തി. പിന്നെ ആ റൂഹ് നമ്മുടെ പേരിലാണ്. അപ്പോൾ ആലമുൽ അർവാഹിൽ നിന്നാണ് നമ്മുടെ ശരീരത്തിലേക്ക് റൂഹ് വന്നിട്ടുള്ളത്. ഈ റൂഹ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് റൂഹ് താൽക്കാലികമായി എന്ത് ചെയ്യും? ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകും. ഉറങ്ങുന്ന സമയത്ത് താൽക്കാലികമായ റൂഹ് പോകും. ഉണർന്നാൽ എന്ത് ചെയ്യും? വീണ്ടും നമ്മുടെ ശരീരത്തിലേക്ക് റൂഹ് വരും. ഇത് ഖുർആൻ പറഞ്ഞതാണ്. കേട്ടോ? അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലത്തി ലം തമുത് ഫീ മനാമിഹാ, മരണസമയത്ത് പരിപൂർണമായ റൂഹിനെ ഏറ്റെടുക്കും. അതേപോലെ തന്നെ ഉറങ്ങുന്ന സമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാവിനെ ഏറ്റെടുക്കുന്നുണ്ട് എന്ന്. അപ്പോൾ ഈ ആത്മാവ്, റൂഹ് നമ്മുടെ ദേഹത്തിൽ നിന്ന് താൽക്കാലികമായി വിട പറയുന്ന ആ പ്രക്രിയക്കാണ് എന്ത് പറയുന്നത്? മരണം. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ശരീരവുമായി അത്ര ലയിച്ചു ചേർന്നിട്ടുള്ള ആത്മാവ് വേർപിരിയുമ്പോൾ അതിൻ്റെ ഒരു വേദന ഉണ്ടാകും.
അതിനാണ് സക്കറാത്തുൽ മൗത്ത് എന്നൊക്കെ പറഞ്ഞല്ലോ, മരണവേദന എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഉറങ്ങുന്ന സമയത്ത് ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ നോക്കൂ, ദാഇഖത്തുൽ മൗത്ത്, അത് രുചി നോക്കും എന്നാണ് പറയുന്നത്. പിന്നെയോ വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളുടെ പ്രതിഫലം വഫി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി നിങ്ങൾക്ക് കിട്ടുന്നത് എന്നാണ്? ഇവിടുന്ന് കുറേശ്ശൊക്കെ പഠിച്ചോൻ തരുള്ളൂ. നിങ്ങൾ ചെയ്യുന്ന അമലുകൾക്കുള്ള പ്രതിഫലം ദുനിയാവിൽ തരുന്നുണ്ട് പഠിച്ചോൻ. പക്ഷെ പൂർണ്ണമായി നമ്മൾ ചെയ്ത അമലുകളുടെ പ്രതിഫലം എവിടുന്ന് കിട്ടുള്ളൂ? പരലോകത്തുനിന്ന്. അന്ന് കൃത്യമായി അതാണ് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങളുടെ പ്രതിഫലം പൂർണ്ണമായി നൽകപ്പെടുന്നത് ഖിയാമത്ത് നാളിൽ മാത്രമാണ്, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ മാത്രമാണെന്നാണ് പറഞ്ഞത്. അതിനാൽ എന്ത് വേണം? ഫമൻ സുഹ്സിഹ അനിന്നാർ, വല്ലവരും നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയാണെങ്കിൽ, സഹ്സഹ അനിന്നാർ എന്ന് പറഞ്ഞാൽ നുഹിയ അനിന്നാർ എന്നാണ്. നരകത്തിൽ നിന്ന് എന്ത് ചെയ്യുക? അകറ്റപ്പെടുക. ഫമൻ സുഹ്സിഹ അനിന്നാർ വ ഉദ്ഖിലൽ ജന്ന, എന്നിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്താൽ ഫഖദ് ഫാസ്, തീർച്ചയായും അവൻ സഅദ വനജാ, അവനാണ് വിജയിച്ചിട്ടുള്ളത്, അവനാണ് സൗഭാഗ്യമടഞ്ഞിട്ടുള്ളത്. വമൽ ഹയാത്തുദ് ദുനിയ, ഭൗതികമായ ജീവിതം എന്താണ്? ഇല്ലാ മത്താഉൽ ഖുറൂർ, നിങ്ങളെ വഞ്ചിച്ചു കളയുന്ന വിഭവമാകുന്നു. അപ്പോൾ ദുനിയാവിൻ്റെ വഞ്ചനയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കുടുങ്ങാൻ പാടില്ല, അകപ്പെടാൻ പാടില്ല. മരണം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. എത്രയെന്ന് വെച്ചാൽ വൽ മൗതു അദിനാ മിൻ ശിറാഖി നഅലിഹി, നമ്മൾ അണിച്ചിട്ടുള്ള നമ്മുടെ പാദരക്ഷയുടെ വാറിനേക്കാൾ നമ്മുടെ അടുത്തെന്തുണ്ട്? അള്ളാഹു നമ്മുടെ ജീവനാഡിയേക്കാൾ അടുത്താണ്. മരണമോ നമ്മൾ അണിഞ്ഞ ചെരുപ്പിനേക്കാൾ നമ്മോട് അടുത്താണ്. നമ്മൾ ഇട്ട ഷൂവിനേക്കാൾ നമ്മളോട് അടുത്താണ് ആര്? മരണം. അതുകൊണ്ട് ആ മരണബോധമാകുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനൊരു മോതിരം ഉണ്ടായിരുന്നു കേട്ടോ. അദ്ദേഹം അണിഞ്ഞ മോതിരത്തിൽ ഇങ്ങനെ കൊത്തിവെച്ചത് എന്താണെന്നോ? ഉമറേ, നിനക്ക് ഉപദേശിയായി ആര് മാത്രം മതി? മരണം മാത്രം ഉപദേശകനായി മതിയെന്ന്. വേറൊരു ഉപദേശവും നമുക്ക് വേണ്ട. എന്തിനെക്കുറിച്ചുള്ള ഓർമ്മ ഉണ്ടായാൽ മതി? മരിച്ചു പോകണം എന്നുള്ള ഓർമ്മ മനുഷ്യനുണ്ടാകുകയാണെങ്കിൽ അവൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ അത് തന്നെ എമ്പാടും മതി. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മരണചിന്തയോടുകൂടി, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയോടുകൂടി നമ്മുടെ ശേഷമുള്ള കാലം കഴിച്ചു കൂട്ടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും മഗ്ഫിറത്തും റഹമത്തും നൽകണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾക്ക് ശിഫയും ശമനവും സൗഖ്യവും നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله تعالى على خير خلقه محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك وأشهد أن لا إله إلا أنت أستغفرك وأتوب إليك.